റം ചേർക്കാത്ത പ്ലം കേക്കാണ് ഉണ്ടാക്കാനായി പോകുന്നത്. 2 ഓറഞ്ചിൻ്റെ തൊലി ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുക. ഓറഞ്ച് തൊലി ഗ്രേറ്റ് ചെയ്യുമ്പോൾ പുറം ഭാഗം മാത്രം ഗ്രേറ്റ് ചെയ്യുക. 2 ഓറഞ്ചിൻ്റെ നീര് ഇതുപോലെ പിഴിഞ്ഞ് എടുക്കുക. ഇളം ചൂടുവെള്ളത്തിൽ 2 സ്പൂൺ പഞ്ചസാരയും 2 നുള്ളി ഈസ്റ്റും ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക. ചട്ടി ചൂടാകുമ്പോൾ ഓറഞ്ച് നീരൊഴിച്ച് അതിലേക്ക് ഈന്തപ്പഴം, കറുത്ത മുന്തിരി, 1 സ്പൂൺ പഞ്ചസാര, 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി വറ്റിച്ചെടുക്കുക. ചൂടാറിയ ശേഷം ഇത് ഒരു ചില്ലു കുപ്പിയിലേക്ക് പകർത്തി നേരത്തെ തയ്യാറാക്കി വെച്ച ഈസ്റ്റ് വെള്ളം 2 സ്പൂൺ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക. രണ്ട് ദിവസം ഇത് ഒരു പ്രാവശ്യം ഇളക്കി വയ്ക്കുക. 3-ാമത്തെ ദിവസമാണ് കേക്ക് ഉണ്ടാക്കാനായി ഇതെടുക്കേണ്ടത്. ചീനിച്ചട്ടിയിൽ 1/2 ഗ്ലാസ് പഞ്ചസാര ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാൻ വയ്ക്കുക. ഇതുപോലെ സൈഡ് ഭാഗം ബ്രൗൺ കളർ ആകുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇളക്കി കൊടുക്കുക. ഇതുപോലെ തിളച്ച് വരുമ്പോൾ 1/4 ഗ്ലാസ് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യുക. പഞ്ചസാര പാനി ഈ പരുവം ആകുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. 10 ഗ്രാമ്പൂവും 1/4 ഗ്ലാസ് പഞ്ചസാരയും പൊടിച്ചെടുക്കുക. ഒരു ഗ്ലാസ് മൈദ പൊടിയിൽ 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് അരിച്ചെടുക്കുക. ഇതിൽ നിന്നും 1 സ്പൂൺ എടുത്ത ശേഷം അതിലേക്ക് കാഷ്യൂനട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. രണ്ട് മുട്ട എടുത്ത് 1/4 സ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക. ശേഷം പൊടിച്ചു വെച്ച പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്യുക.
ഉരുക്കി വെച്ചിട്ടുള്ള ബട്ടർ ചേർത്ത് ബീറ്റ് ചെയ്യുക. ബട്ടർ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ഇതിനു പകരം ഉപയോഗിക്കാവുന്നതാണ്. നേരത്തെ കാരമലൈസ് ചെയ്ത പഞ്ചസാര പാനി ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് തണുപ്പ് മാറിയതിന് ശേഷം ഇതിൽ ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് മിക്സ് ചെയ്യുക. ശേഷം ബട്ടർ പേപ്പർ വച്ച ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓവൻ സെറ്റപ്പ് ചെയ്യുന്നതിനു വേണ്ടി ചുവട് കട്ടിയുള്ള ഒരു പാത്രം 5 മിനിറ്റ് മുന്നേ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാൻ വയ്ക്കുക. ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു സ്റ്റീൽ വളയമിട്ട് അതിനു മുകളിൽ കേക്ക് ട്രേ ഇറക്കി വെച്ച് മൂടി വെച്ച് 3/4 മണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. വളരെ സ്വാദിഷ്ടമായ പ്ലം കേക്ക് തയ്യാറായിട്ടുണ്ട്.